AI പറയുന്നത് കിഷ്കിണ്ട കാണ്ഡം പടത്തിലെ വില്ലൻ ആസിഫ് അലി ആണെന്ന്. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ കലാഭവൻ ഷാജോൻ ദൃശ്യം പടത്തിലെ വില്ലൻ. അവര് പറയുന്ന മുഴുവൻ നുണയാണെന്ന് ഉറപ്പായ സ്ഥിതിക്ക് സത്യം തെളിയിക്കാൻ നമുക്കൊരു നുണപരിശോധന നടത്തിയാലോ? അതെ, കറക്റ്റ്. പുള്ളിയായിട്ട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഇനി എങ്ങനെയാണ് മാറാൻ പോകുന്നത്, സ്ക്രീൻ പ്ലേ റൈറ്റിംഗ്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഒക്കെ എങ്ങനെയാണ് AI വന്ന് മാറ്റാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൽ കാണാം. ഹോളിവുഡിലൊക്കെ ഇപ്പോൾ ഇതിന്റെ എതിരായിട്ട് സ്ട്രൈക്ക് നടക്കുന്നുണ്ട്. അതായത് AI വന്ന് സ്ക്രിപ്റ്റ്സ് എഴുതുന്നു, സ്ക്രിപ്റ്റ്സ് ഫില്ല് ചെയ്യുന്നു എന്നൊക്കെ. സോ ഇതിൽ അത് എന്താണ് എന്നുള്ളതും അറിയാം. അതെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. ഇത്രയും ഫാസിനേറ്റിംഗ് ആയ ഒരു മൂവി ദൃശ്യം കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞാണ് നമ്മൾ കാണുന്നത്. ഇത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മുടെ സ്കോറിംഗ് കണ്ടു കാണും നിങ്ങൾ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ എന്തായാലും നോക്കണം. പോക്കറ്റ് റിവ്യൂ നമ്മൾ ഇടാറുള്ളതാണ്, നിങ്ങൾ കാണണം. അതിനകത്ത് ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടിയ ഒറ്റ പടമാണിത്. നമ്മൾ ആ സിനിമ 2 പ്രാവശ്യം കണ്ടു. എന്തിനാന്നല്ലേ പറ. നമ്മൾ ഒരു AI മോഡൽ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പല ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലും ഈ സ്ക്രിപ്റ്റ്സ് സ്ക്രീൻ പ്ലേസ് ഒക്കെ കിട്ടുന്നുണ്ട്. ലൈക്ക് ഫിലിം കമ്പാനിയൻ അവർ കുറേ റിലീസ് ചെയ്യുന്നുണ്ട്. ആ മോഡലിന് ഇന്ത്യൻ സ്ക്രിപ്റ്റ്സ് മനസ്സിലാക്കാനും ഇന്ത്യൻ ഒരു കൾച്ചർ മനസ്സിലാക്കാനൊക്കെ പറ്റും. ഓൾറെഡി ഹോളിവുഡ് പോലത്തെ സിനിമ സ്ക്രിപ്റ്റുകൾ എഴുതാൻ മാത്രം കുറേ വെബ്സൈറ്റ്സ് ഉണ്ട്. പക്ഷേ ഒരു ഇന്ത്യനൈസ്ഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഇല്ലാത്തതുകൊണ്ട്, അതുകൊണ്ട് നമ്മൾ വി ആർ വർക്കിംഗ് ഓൺ എ മോഡൽ. ജസ്റ്റ് ഒരു ഫൺ എക്സ്പെരിമെന്റ്. അതെ, അപ്പോൾ ആ സിനിമ പിന്നെയും കണ്ടിട്ട് നമുക്ക് പറ്റാവുന്ന രീതിയിൽ അതെല്ലാം ടൈപ്പ് ചെയ്തെടുത്തു. വേറെ ഒരു പണിയില്ലേടാ എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഇത് രസമല്ലേ? റെഡിറ്റ്, ഫേസ്ബുക്ക് അതുപോലത്തെ പ്ലാറ്റ്ഫോംസിൽ ഇതേപോലത്തെ നല്ല പടങ്ങൾ ഇറങ്ങുമ്പോൾ എപ്പോഴും ഡിസ്കഷൻസ് ഓടും. ഈ ഡിസ്കഷൻ കാരണമാണ് ദൃശ്യം 2 തന്നെ വന്നത്. ഈ പടത്തിന് എന്തെങ്കിലും ഡിസ്കഷൻ നടക്കുന്നുണ്ടോ, ഇതിലെന്തെങ്കിലും ഫ്ലോസോ ഓർ മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടുപിടിച്ചോ എന്നുള്ള അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായി ഞങ്ങൾക്ക്. അതെ, അപ്പോൾ അതിന്റെ പുറകെയായിരുന്നു ഞങ്ങൾ. പക്ഷേ ഈ പടത്തിൽ നമ്മൾ ഡിസ്കഷൻ കണ്ടു, പക്ഷേ എന്നാലും അത് മൈൻഡ് ബെൻഡിങ് ആയോ അല്ലെങ്കിൽ ഒരു ഭയങ്കരമായ ഒരു ഡൗട്ടായിട്ടൊന്നും നമുക്ക് എല്ലാവരും കൺവിൻസ്ഡ് ആയിട്ടാണ് തോന്നിയത്. എല്ലാവരും വളരെ ഹാപ്പിയാണ്. അപ്പോൾ ബാക്കിയുള്ളത് പറഞ്ഞേക്ക്. അപ്പോൾ എന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ക്രിപ്റ്റ് എടുത്തിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് എന്തൊക്കെ പറയുമെന്ന് അറിയാനുള്ളത്. അതെ, ഇതൊരു വീഡിയോ ആയി തീരും നമ്മൾ ഒട്ടും വിചാരിച്ചതല്ല. പക്ഷെ ഇതൊരു വീഡിയോ ആകാൻ മാത്രം നമ്മളെ സർപ്രൈസ് ചെയ്തു AI. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതെന്താന്നുള്ളത് കാണാം, അല്ലേ? ഡിഡ് യു ഫൈൻഡ് എനി ഫ്ലോ ഇൻ ദ സ്റ്റോറി? അതൊരു വളരെ വാലിഡായ ഒരു പോയിന്റാണ്. ഞാൻ അത്ര ഒന്നും ആലോചിച്ചില്ല. ഒരു 2 years 3 years ടൈമിൽ എങ്ങനെ ഒരാൾക്ക് വേറൊരു കല്യാണം കഴിക്കാൻ പറ്റും? ആ ചെക്കൻ മരിച്ചത് ഇവനറിയാം കാര്യം. അത് വെടി കൊണ്ട് മരിച്ചു. വൈഫ് ക്യാൻസറിൽ മരിക്കുന്നു. ഫാദർ ഇത്രയും വലിയൊരു ട്രോമ അനുഭവിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ മൂവ് ഓൺ ആവുന്നത് എന്തോ ഒരു കുഴപ്പമുണ്ട്, എന്തോ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഓഡിയൻസ് നിങ്ങൾ ഇത് ആലോചിച്ചായിരുന്നോ? എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ ഒരു ആംഗിളിൽ ആലോചിച്ചില്ല. So what is the problem in moving on so fast? Maybe he's trying to forget everything. What do you think? Right, I was ഇതിൽ നമുക്ക് കിട്ടുന്നത് 3 മൈൻഡ് ബ്ലോയിങ് ആയ പെർസ്പെക്റ്റീവ്സ് ആണ്. AI ഇതൊരു ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ടു ഹൈഡ് ദ ട്രൂത്ത് ആയിട്ടാണ് കാണുന്നത്. അപർണേനെ ഇത്ര പെട്ടെന്ന് കല്യാണം കഴിക്കുന്നത് ഷുഡ് ബി എ കാൽക്കുലേറ്റഡ് അറ്റംപ്റ്റ് ടു ബറി ദ പാസ്റ്റ്. പിന്നെ അത് പറയുന്നത് അപ്പുപിള്ളയായ ഫാദർ ഇത്രയും വലിയ ട്രോമ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൗ ക്യാൻ അജയ് ഗെറ്റ് മാരിഡ് സോ ഫ്രീലി? ഒരു ബേർഡൻ ഇല്ലാത്ത പാസ്റ്റ് ഉള്ള പോലെ ഒരു ഫീലിംഗ്. എന്തോ ഒരു കാൽക്കുലേറ്റഡ് വെരി അൺനാച്ചുറൽ അറ്റംപ്റ്റ് ആയിട്ടാണ് അത് കാണുന്നത്. അല്ല, അവസാനത്തെ പെർസ്പെക്റ്റീവ് അപ്പുപിള്ള ഫാദർ എന്താണ് ഈ വെഡിങ് അറ്റൻഡ് ചെയ്യാത്തത്? എന്തോ ഒരു പെയിൻഫുള്ളായ പാസ്റ്റ് ഉള്ളതുകൊണ്ട് മോനിങ്ങനെ മൂവ് ഓൺ ആവുന്നത് കാണാൻ സഹിക്കാൻ പറ്റാത്തതാണോ? ഞങ്ങളിത് ഒരു ക്ലോസ് ടു 2 hours ഏഴോടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു സിനിമയെ പറ്റി. അതെ, അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയ ഡിസ്കഷൻ ആയിരുന്നു. എന്ത് എഡിറ്റ് ചെയ്യും, എന്ത് വിട്ട് കളയും, നമുക്ക് ഭയങ്കര കൺഫ്യൂഷനായി. അപ്പോഴാണ് നമ്മൾ വിചാരിച്ചത് നമ്മളെ മൈൻഡ് ബെൻഡിങ് ആയിട്ട് തോന്നിയ 4-5 പോയിന്റ് നമുക്ക് നിങ്ങൾക്ക് കാണിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് മൂവ് ഓൺ ആവാം. അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ബോറായി പോകും. പിന്നെ OTT റിലീസ് കഴിയുമ്പോൾ ഈ വീഡിയോക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടുമെന്നാണ് ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് നിങ്ങൾ ഇത്ര ഡീറ്റെയിൽസ് ശ്രദ്ധിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞത് അതെനിക്ക് ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് തോന്നി. അതായത് പറയുന്നതാണ് കേട്ടോ, ഇത് എൻ്റെ അഭിപ്രായമല്ല. അപ്പോൾ ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് കയ്യബദ്ധം പറ്റിയിട്ട് വൈഫിനടുത്ത് പറഞ്ഞാണ് എന്തായാലും ക്യാൻസർ പേഷ്യൻ്റ്, 4th സ്റ്റേജോ അങ്ങനെയുള്ള രീതിയിലുള്ള പേഷ്യൻ്റാണ്. സോ അവര് ഈ ബ്ലെയിം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം ഉണ്ടാവില്ലല്ലോ. ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചില്ലെങ്കിലും ഒരു ലവ് ആംഗിളിൽ
അപ്പോൾ വൈഫ് തന്നെ ഓഫർ ചെയ്ത് കാണും, എനിവേ ഐ എം ഗോയിങ് ടു ഡൈ, സോ ഐ വിൽ ടേക്ക് ദ ബ്ലെയിം സോ ദാറ്റ് മൈ ഫാദർ ഇൻ ലോ ആൻഡ് യു ആർ സേഫ്. ഈ ഒരു ആംഗിളിൽ പറയുന്ന ആൻസർ അതെ, അതിന് ഭയങ്കര നിങ്ങൾ ആരെങ്കിലും ഈ രീതിയിൽ ആലോചിച്ചായിരുന്നത് എന്തെങ്കിലും കമന്റ് ചെയ്യണം. പിന്നെ അടുത്ത പോയിന്റ്, ഈ അജയ് എന്നുള്ള ക്യാരക്ടർ ആസിഫ് അലി ഈ പോലീസിന്റെ എൻക്വയറി വരുമ്പോൾ തക്കം നോക്കി പുള്ളി പറയും ഫാദർ മെന്റലി ഇൻസ്റ്റേബിൾ ആണ്, ഇത് ആർമിയിൽ നിന്ന് പുള്ളിയെ പുറത്താക്കിയതാന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു എൻക്വയറി വരുന്ന ടൈമിൽ ഇത് ഉപയോഗിക്കാമെന്നും പറഞ്ഞ് പുള്ളി ചിലപ്പോൾ അത് മാറ്റി വെച്ചതാണെങ്കിലോ, ഡോക്ടറായിട്ടും പുള്ളി ഇത് സംസാരിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഇത് പറയും, ഇനി പോലീസിന്റെ ആവശ്യമാണല്ലോ ഇത് ഒളിച്ചു വെക്കേണ്ടതെന്ന്. അത് അങ്ങനെ ഒരു ആംഗിൾ ആലോചിച്ച് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഈ എപ്പോഴും പുള്ളി ഒരു തക്കം നോക്കി മാത്രമാണ് ആൻസർ ചെയ്യുന്നത്. ഇപ്പൊ വൈഫിന്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ അച്ഛന് സുഖമില്ല, ഇങ്ങനെ മെമ്മറി ലോസ് ഉണ്ടെന്നുള്ളത് പറയുന്നത് അവര് കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടാണ്, ടാബ്ലറ്റ്സ് ഒക്കെ കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ. അതല്ലാതെ മിണ്ടാതെ ഇരിക്കുന്നത് ഒരു മാരീഡ് പേഴ്സൺ ഇങ്ങനെ ചെയ്യും. ഇത്ര സീക്രറ്റീവ് ആവേണ്ട ആവശ്യമില്ല. അത് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്, ഞാനിവിടെ ഒരു വെക്കേഷൻ വന്നതല്ല. ഷീ മേക്സ് ഹിം റിയലൈസ് ദാറ്റ്. പിന്നെ പുള്ളിയുടെ അഭിനയം, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഈ കരയുന്നതും ഇമോഷണൽ ആവുന്നതും, അതായത് ഇങ്ങനെ മകൻ മരിച്ചു എന്ന് അറിഞ്ഞാലും ഒരു വേറൊരു ഡെഡ് ബോഡി കൊണ്ട് കരയുന്നതും, പിന്നെ ആവശ്യത്തിന് കാമായിട്ട് ബിഹേവ് ചെയ്ത് എവിടെയൊക്കെ എന്തൊക്കെ റിവീൽ ചെയ്യണോ അതൊക്കെ വളരെ സൂക്ഷിച്ച് റിവീൽ ചെയ്യുന്ന ഒരാളായിട്ട്, ക്യാരക്ടറിൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. എന്നാലും അത് കുറെ കൂടെ വേറൊരു ഗ്രേ ഷെയ്ഡാണ് നമുക്കല്ലല്ലോ എക്ക് തോന്നിയത്. പിന്നെ അടുത്തത് വേറെ ഇമ്പോർട്ടന്റ് പോയിന്റ്, മറ്റേ കാർപ്പന്ററിന്റെ പോയിന്റ്, അത് പറഞ്ഞത്. കാർപ്പന്ററുടെ പോയിന്റ് അച്ഛൻ പറയുമ്പോൾ ഇങ്ങനെ കാർപ്പന്ററിനെ വിളിക്കണമെന്ന് പറയുമ്പോൾ, ഇത് ഒരു സീനിൽ ഇത് ഞാൻ തിയേറ്ററിൽ ശ്രദ്ധിച്ചതാണ്. പുള്ളിയുടെ വാർഡ്രോബിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, കാർപ്പന്ററെ എത്ര വിളിച്ചിട്ടും വരുന്നില്ല, വേറെ ആളെ നോക്കണമെന്നോ അങ്ങനെ. അപ്പോൾ എയുടെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഈ കാർപ്പന്ററെ പേർപ്പസ്ഫുള്ളി വിളിക്കാത്തത് ഈ മകൻ്റെ ആവശ്യത്തിന് തന്നെയാണോ, പുള്ളിയാണോ ഈ ഇടക്കിടക്ക് കയറി നിരങ്ങുന്ന റൂമിൻ്റെ അകത്ത് എന്നുള്ളത് ഒരു പോയിന്റാണ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം, ഫാദറിനെ ഈ ട്രോമയെന്ന് എങ്ങനെ എന്തായാലും ആസിഫ് അലി വിചാരിച്ചിരുന്നാൽ പുറത്ത് കൊണ്ടുവരാൻ പറ്റും. എനിവേ ഹീസ് ഫോർഗെറ്റിംഗ്. അപ്പോൾ ഈ ഫാക്ട്സ് എല്ലാം ഫാബ്രിക്കേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരായിരുന്നു. മേ ബി എന്തിനാണ് ഈ ലൂപ്പിൽ എന്നെ നിർത്തിക്കുന്നത്? ആസിഫ് അലി തന്നെയാണോ ഈ അച്ഛനെ ഈ ലൂപ്പിൽ നിർത്തിക്കുന്നത്, പുള്ളിയെ ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്നത്? ഇത്രയാണ് പോയിന്റ്സ്. ഇത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് ഇതൊരു വലിയൊരു ഡിസ്കഷൻ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതെ, ആൻഡ് ഇതേപോലെ കുറെ മൂവീസിനും ചെയ്യാൻ പറ്റും. അതെ, നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്തത് ദൃശ്യമായിരുന്നു, ഇങ്ങനെ ബേസിക് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. ഇപ്പം അത് കുറെ കൂടെ മെച്യൂറായി, ക്യാരക്ടേഴ്സായിട്ട് പോലും നമുക്ക് ഓരോ ക്യാരക്ടർ ചൂസ് ചെയ്ത് നമുക്ക് അതിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഡീറ്റെയിൽഡ് സ്ക്രീൻ പ്ലേ ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്യാരക്ടേഴ്സ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ആ ക്യാരക്ടറുടെ അടുത്ത് സംസാരിക്കാൻ പറ്റും. ആ റൈറ്റർ എഴുതുന്നത് ക്യാരക്ടറിന് ഒരു മോഡ്, ഒരു ബിഹേവിയർ എല്ലാം ഡീറ്റെയിൽ ചെയ്തിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ആ ക്യാരക്ടറായിട്ട് ഇരുന്ന് സംസാരിക്കാൻ പറ്റും. അവരെ പുതിയൊരു സിറ്റുവേഷനിൽ കൊണ്ടിരുത്തിയിട്ട് ഇവിടെ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് ചോദിക്കാൻ പറ്റും. അതെ, ഒരു സ്ക്രിപ്റ്റ് റൈറ്ററെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണത്. അതെ, അപ്പോൾ ഇതിന് എന്തായാലും പാർട്ടും ഉണ്ട്. നിങ്ങൾക്ക് ഇത് കൺവിൻസിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിസ്കഷൻ പിന്നെയും കൊണ്ടുപോകാം. സ്റ്റോറി അറ്റാച്ച് ചെയ്തുകൊണ്ട് ആ സ്റ്റോറി നിങ്ങൾക്ക് എൻഹാൻസ് ചെയ്യാം. ഞങ്ങൾ മിസ് ചെയ്ത പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എടുത്ത് ചോദിക്കാൻ, അത് നിങ്ങൾ കമൻസ് ആയിട്ട് ഇട്ടാൽ മതി. അതെ, അതുവരെയ്ക്കും ഗുഡ് ബൈ.